വളരെ യാദൃശ്ചികമായി ഞാൻ നടന്നു നീങ്ങുമ്പോൾ ഒരു പേപ്പർ എൻ്റെ കയ്യിൽ ശ്രദ്ധയിൽപ്പെട്ടു. അത് നിങ്ങളെ കൂടി കാണിക്കണമെന്ന് തോന്നി. അത് സുരേഷ് ഗോപി എഴുതുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു പേപ്പർ വന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇതിൽ എന്താണ് ഉള്ളത് എന്നുള്ളത് ഞാൻ ജസ്റ്റ് പറയാം. അദ്ദേഹം സ്വന്തമായിട്ട്, അതായത് വലിയ രീതിയിലുള്ള വാഗ്ദാനങ്ങളൊന്നും അദ്ദേഹം നൽകുന്നില്ല. അതൊക്കെ ഞാൻ ചെയ്ത് കാണിക്കാം എന്നാണ് പറയുന്നത്. പക്ഷേ കഴിയുന്നത്ര എന്നെ കൊണ്ട് പറ്റുന്ന പൂർത്തിയാക്കുമെന്നും ഉറപ്പുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. അതെന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഏകദേശം 10 പോയിന്റോളമാണ്, 13 പോയിന്റോളം നമുക്ക് ഇതിൽ കാണാം. പ്രധാനമായിട്ട് എല്ലാവർക്കും വീട്, പ്രധാനമന്ത്രി ആവാസ് യോജന വഴി വീടില്ലാത്തവർക്ക് വീട് എന്നുള്ളത് ഒരു പ്രധാന കാര്യമാണ്. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടത് കൊച്ചി മെട്രോ പോലെ തൃശ്ശൂർ മെട്രോ അതിന്റെ വലിപ്പം വ്യാപിപ്പിക്കും. അങ്ങനെ വ്യാപിപ്പിച്ചതിന് ശേഷം നമുക്ക് അറിയാം വളരെയധികം ക്ലേശകരമാണ് തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോവേണ്ട ഒരു യാത്ര. അപ്പൊ ആ യാത്രയ്ക്ക് കൃത്യമായിട്ടൊരു വഴി തെളിഞ്ഞിരിക്കുകയാണ്. അങ്ങനെയാകുമ്പോൾ ബ്ലോക്ക് ഒന്നും ഇല്ലാതെ സുഖമായിട്ട് നമുക്ക് പോകാം. ഏകദേശം 10,000-ത്തിന് മേലെ ആൾക്കാർക്ക് അത് വളരെ ഉപകാരപ്രദമാവുന്ന ഒന്ന് തന്നെയാണ്. എറണാകുളം വളരെ അടുത്തായി കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഗുണങ്ങളുണ്ട്. ഒന്ന്, തൃശ്ശൂർ പെട്ടെന്ന് ഡെവലപ്ഡ് ആവും, ഇത്തിരി കൂടി എറണാകുളത്തിന്റെ പോലെ സിറ്റി ആവുന്ന ഒരു രീതി ഉണ്ടാവും. മാത്രമല്ല തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തേക്കുള്ള വഴി എളുപ്പമാവുന്നതോടുകൂടി സാധനങ്ങൾക്കൊക്കെ ഇതിന് വില കുറയാനും ആൾക്കാർക്ക് യാത്ര എളുപ്പമാവുന്നതോടുകൂടി വലിയ വ്യത്യാസം അവരുടെ ജീവിതത്തിൽ തന്നെ ഉണ്ടാവും. അതൊരു വലിയ കാര്യമാണ്. പിന്നെ ദേശീയപാത 544 മണ്ണുത്തിയിൽ നിന്ന് ചൂണ്ടൽ ഗുരുവായൂർ വഴി ദേശീയപാത 66ലേക്ക് ഒരു ബൈപ്പാസ് അദ്ദേഹം പറയുന്നുണ്ട്. തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലയിലുള്ളവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മെഡിക്കൽ കോളേജ്. ആ മെഡിക്കൽ കോളേജ് ലോക നിലവാരത്തിലേക്ക് അദ്ദേഹം എത്തിക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ അതൊരു വലിയ നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ കായിക മേഖലയ്ക്ക് വേണ്ടിയിട്ട് നല്ലൊരു സ്റ്റേഡിയം, അതും ലോകത്ത് ഏറ്റവും വലിയ നിലവാരമുള്ള ഒന്ന് പോലെ തന്നെ. നമ്മുടെ നാട്ടിൽ അധികം ഈ ക്രിക്കറ്റ് കളികളാണെങ്കിലും ഇന്ത്യയിൽ പ്രധാനപ്പെട്ട കളികളൊന്നും നമ്മുടെ നാട്ടിൽ അധികം വരുന്നില്ല. അപ്പൊ അത് നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കാൻ ചിലപ്പോൾ സുരേഷ് ഗോപിയെ കൊണ്ട് സാധിക്കും. അങ്ങനെ ഉണ്ടായാൽ ലോക ശ്രദ്ധ നേടും. സ്പോർട്സ് ഒക്കെ നമ്മുടെ നാട്ടിൽ, ഇന്ത്യയുടെ കളിയൊക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടായി കഴിഞ്ഞാൽ തൃശ്ശൂരൊക്കെ കളി വരുന്ന ഒരു കാര്യം ആലോചിച്ച് നോക്കി. എത്ര ആൾക്കാർ, വിദേശികളും കാര്യങ്ങളൊക്കെ ഇവിടെ വരും. അങ്ങനെ നമ്മുടെ കേരളം എത്ര പേര് അറിയപ്പെടും. അങ്ങനെ ഒരുപാട് ഗുണകരമായ ഒരു സംഭവമാണ് സ്റ്റേഡിയം. അത് നിസ്സാരമായിട്ട് കാണരുത്, വെറും ഒരു കളിയല്ല. ഒരുപാട് പേര് വരാൻ പോകുന്ന, അല്ലെങ്കിൽ ലോകം ജനശ്രദ്ധ ആകർഷിക്കുന്ന ഒന്ന് തന്നെയാണ്. അത് നന്നാക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കും സുരേഷ് ഗോപി അതായിരിക്കും. കാരണം എല്ലാവരും ശ്രദ്ധിക്കും, ഇത് ആരാണ് ഇത്രയും നല്ല സ്റ്റേഡിയം ഉണ്ടാക്കിയത്, അവിടുത്തെ ഡെവലപ്മെന്റ് ആരാണെന്ന് പറയുമ്പോൾ സുരേഷ് ഗോപിയുടെ പേരിലേക്ക് ആവുമ്പോൾ അപ്പോൾ ഓൾറെഡി ആള് അതിനുവേണ്ടി മാക്സിമം ശ്രമിക്കും എന്നുള്ളതാണ്. പിന്നെ കോൾപ്പടവുകളിലൊക്കെ സോളാർ ആക്കുന്നുള്ളതാണ്. ഇപ്പോൾ പതുക്കെ പലരും ആക്കി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അത് പൂർണ്ണമാക്കും അവിടുത്തെ പമ്പുകളും മറ്റുമൊക്കെ സോളാർ വൈദ്യുതി കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അത് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം പാടശേഖരങ്ങൾ ഒരുപാടുള്ള സ്ഥലമാണ് തൃശ്ശൂരൊക്കെ. അപ്പൊ സ്വാഭാവികമായിട്ട് തൃശ്ശൂർ അങ്ങനെയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ചെലവ് വളരെയധികം ചുരുങ്ങി കിട്ടും. അതൊരു വലിയ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഷൊർണൂരിൽ നിന്ന് നഞ്ചങ്കോട്ടേക്കുള്ള റെയിൽപാത യാഥാർത്ഥ്യമാക്കും. നഗരത്തിലെ ഒരു വലിയ പ്രതിസന്ധിയാണ് മാലിന്യം. നമുക്കറിയാം, എവിടെ നോക്കിയാലും വേസ്റ്റ് റെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനൊരു ഡ്രെയിനേജും മറ്റ് ഒരു ഉപാധിയും ഒക്കെ അദ്ദേഹം കണ്ടെത്തുമെന്നാണ് പറയുന്നത്. വളരെ നല്ലൊരു കാര്യമാണ്. തൃശ്ശൂരിന്റെ ഹൃദയമാണ് ശക്തൻ മാർക്കറ്റ്. സ്വാഭാവികമായിട്ടും ശക്തൻ മാർക്കറ്റ് ഏറെ ശ്രദ്ധിക്കുന്ന ഒരു സ്ഥലമാണ്. അത് ഡെവലപ്പ് ചെയ്യാൻ അദ്ദേഹം മുമ്പേ നോക്കിയിട്ടുള്ളതാണ്. അപ്പൊ അത് ഡെവലപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. അത് ലോക നിലവാരത്തിലുള്ള അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയൊരു മാർക്കറ്റ് സമുച്ചയം തന്നെ അദ്ദേഹം ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അതൊരു നിലവാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെതായ ഗുണം നമുക്കുണ്ട്. പിന്നെ വെള്ളത്തിന് ജലജീവൻ മിഷൻ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ്. അതെല്ലാം അവിടുത്തെ എത്തിക്കും എന്നാണ് അദ്ദേഹം പ്രധാനമായിട്ടും പറയുന്നത്. അപ്പൊ അധികം വെറുതെ കുറെ വാഗ്ദാനങ്ങളൊന്നും വലിച്ചു വാരി തന്നിട്ടൊന്നുമില്ല. പക്ഷെ അത്യാവശ്യം പറ്റുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പേപ്പറിൽ അദ്ദേഹം ഇങ്ങനെ എഴുതിയതാണ് അദ്ദേഹത്തിന്റെ പോയിന്റ്. അവസാനത്തെ സൈനും ഉണ്ട്, ജസ്റ്റ് ഒരു സൈനും നമുക്ക് കാണാം. അപ്പൊ അങ്ങനെ കുറച്ച് പോയിന്റുകളാണ് സുരേഷ് ഗോപി തന്നത്. ഇനി ഇതുപോലെ തന്നെ മറ്റുള്ള എംപിമാരും തന്നിട്ടുണ്ടാവും. നമുക്ക് അറിയില്ല എന്താണ് അവർ പറയുന്നതെന്ന്. അതും നമുക്ക് ഇതുപോലെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. എന്തായാലും സുരേഷ് ഗോപി പറയുന്നതൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്നതാണോ? രാഷ്ട്രീയ, ജാതി, മത ഭേദമന്യേ സുരേഷ് ഗോപിക്ക് നിങ്ങൾ വോട്ട് ചെയ്യുമോ? തൃശ്ശൂർക്കാരോടാണ് ചോദിക്കാനുള്ളത്. അതോ രാഷ്ട്രീയം നോക്കിയിട്ടോ അല്ലെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ല എന്ന് തോന്നിയിട്ടോ നിങ്ങൾ വോട്ട് ചെയ്യില്ല? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ആയിട്ട് രേഖപ്പെടുത്തൂ. അപ്പൊ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. എന്തായാലും നമുക്ക് കാണാം, ഒരു മെയ് മാസത്തിൽ നമുക്ക് റിസൾട്ട് അറിയുമ്പോൾ അറിയാം. എന്തായാലും ഏപ്രിൽ 26-ാം തീയതി അത് സംഭവിക്കും. ആർക്കാണ് ആ ഭാഗ്യം വരിക എന്നുള്ളതിന്
ജനങ്ങൾ തീരുമാനിക്കും. എന്തായാലും കട്ടയ്ക്കാണ് 31% 3 പേരും അങ്ങനെ നിൽക്കുന്നു എന്ന് പറയുന്നത്. 33, 31 എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത്. ആര് ജയിക്കുമെന്ന് ഒരു പിടിയില്ലാത്ത അവസ്ഥയാണ്. ചില ഭാഗത്ത് പറയുന്നത് മുരളീധരൻ തന്നെ 1% വോട്ടിന് ജയിക്കുമെന്നാണ്. ചിലർ പറയുന്നത് സുരേഷ് ഗോപി ജയിക്കുമെന്നാണ്. ചിലർ പറയുന്നത് സുനിൽകുമാർ ജയിച്ചേക്കാം. അത് വളരെ കുറവാണ് സാധ്യത. എന്തായാലും നമുക്കറിയില്ല ആരാണ് ജയിക്കുന്നത്. ആർക്കും ജയം വരാം. തൃശ്ശൂർ പൂരത്തിനുണ്ടായ കുറെ വിഷമങ്ങൾ തൃശ്ശൂരുകാർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. തൃശ്ശൂർ പൂരത്തിനിടയിൽ സംഭവിച്ച ചില കാര്യങ്ങൾ അതും വോട്ടായി മാറുമോ എന്ന് നമുക്കറിയില്ല. എന്തായാലും അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ ചിന്തിക്കുക. ആര് വരണമെന്ന് നിങ്ങൾ ആലോചിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ആൾക്ക് നിങ്ങൾ വോട്ട് ചെയ്യുക. എന്തായാലും ഇത് ജസ്റ്റ് കണ്ടപ്പോൾ നിങ്ങളുമായിട്ട് പറഞ്ഞു എന്ന് മാത്രം. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.